ശ്രീകൃഷ്ണൻ തൻ്റെ കൃപാകടാക്ഷത്താൽ അവരെയെല്ലാം പുനർജനിപ്പിച്ചു. ഈ വിഷസർപ്പത്തെ നശിപ്പിക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു. ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ സമീപത്തുണ്ടായിരുന്ന ഒരു കടമ്പ് വൃക്ഷത്തിൽ കയറി ചുറ്റുപാടും വീക്ഷിച്ചു. കാളിയൻ്റെ താമസം എവിടെയാണെന്ന് മനസ്സിലാക്കി. അനന്തരം കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടി. ഇത് കണ്ട കാളിയൻ തനിക്ക് ഒരു ഇരയെ കിട്ടിയെന്ന് സന്തോഷിച്ചു. അങ്ങനെ കാളിയൻ കൃഷ്ണനടുത്തേക്ക് പാഞ്ഞെടുത്തു വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ഗോപാലന്മാർ ഉറക്കെ നിലവിളിച്ചു. കൃഷ്ണന് എന്തോ അത്യാഹിതം സംഭവിക്കുന്നെന്ന് തോന്നിയ നന്ദഗോപരും മറ്റു ഗോപാലന്മാരും അവിടെ എത്തി. യഥാർത്ഥത്തിലത് ഗോപന്മാർക്കെല്ലാം തൻ്റെ കാളിയമർദ്ദനം കാണിച്ചു കൊടുക്കുന്നതിനുള്ള ശ്രീകൃഷ്ണൻ്റെ മായ മാത്രമായിരുന്നു. ഇപ്രകാരം കാളിയൻ കൃഷ്ണനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് കണ്ട് ഗോപന്മാരെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. എന്നാൽ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ചുറ്റുകൾ ഓരോന്നായി അഴിച്ച് അവൻ്റെ ശിരസിൽ കയറിയിരുന്ന്